എല്ലാവർക്കും നമസ്കാരം. പറയുന്നത് നമ്മുടെ യുവജന സംഘടനയായ RD കമ്മ്യൂണിറ്റി യൂത്ത് ഡിവിഷൻ ആസിഡ്, പിന്നെ നമ്മുടെ കുട്ടികളുടെ കൂട്ടമായ കിഡ്സ് ക്ലബ്ബ് എന്നിവയെ പറ്റിയാണ്. നമുക്കെന്തിന് ഈ ആസിഡും കിഡ്സ് ക്ലബ്ബും ഒക്കെ വേണം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രത്യക്ഷത്തിൽ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് തോന്നുന്ന മറ്റ് രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയാം. ഒന്ന്, ഫ്യൂച്ചർ ഓഫ് ഇവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ ഭാവി. രണ്ട്, ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഭക്ഷണവും പോഷക ഗുണങ്ങളും. ഇതിന് രണ്ടിനും ഈ കിഡ്സ് ക്ലബ്ബും ആസിഡുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ സംഗതി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. മനുഷ്യർ പരിണമിച്ച് ഒരു പക്ഷേ മൃഗങ്ങളായി മാറിയേക്കാം എന്ന ഒരു ആശയമാണ് ഈ പറഞ്ഞു വരുന്നത്. രണ്ടും വളരെ വിശദമായി പറയേണ്ട രണ്ട് വിഷയങ്ങളാണ്. പക്ഷേ വിഷയം നമ്മുടെ കുട്ടികളുടെ സംഘടനകളായതുകൊണ്ട് ഇതിൻ്റെ സാരാംശം മാത്രം പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കാം. ഈ മനുഷ്യൻ്റെ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പരിണാമം എന്ന് പറയുന്നത് ഒരുപാട് വിവിധ ട്രാക്കുകളിലൂടെയാണ് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിലെ ഏറ്റവും സവിശേഷമായ ഒരു ട്രാക്കിലൂടെ പരിണമിച്ചുണ്ടായതാണ് മനുഷ്യരെന്ന് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. ഏകദേശം 400 കോടി വർഷങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് നമ്മൾ മനുഷ്യർ ഇന്നീ കാണുന്ന രീതിയിൽ രൂപപ്പെട്ടു വന്നത്. പരിണാമത്തിൻ്റെ മകുടമായി നിൽക്കുന്ന മനുഷ്യർ ഇനിയും പരിണമിച്ച് എവിടെ എത്തിച്ചേരും എന്നതൊരു വലിയ ചോദ്യമാണ്. നമ്മളെ ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുന്നതുമായ ഒരു കാര്യം, നരവംശാസ്ത്രജ്ഞരുടെ നിഗമനത്തിൽ ഭാവി പരിണാമ പ്രക്രിയയിൽ മനുഷ്യർക്ക് നമ്മുടെ ഇൻ്റലിജൻസ് അഥവാ നമ്മുടെ ബുദ്ധിശക്തി നഷ്ടപ്പെട്ട് മൃഗങ്ങളെപ്പോലെയായി മാറ്റപ്പെടാമെന്നതാണ്. മനുഷ്യരെല്ലാം തിരിച്ച് ചിമ്പാൻസികളാവുമെന്നല്ല, പരിണാമം എപ്പോഴും മുന്നോട്ട് മാത്രമാണ് നടക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഭാവിയിൽ മനുഷ്യൻ്റെ സവിശേഷ ശക്തിയായ ഇൻ്റലിജൻസ് അഥവാ ബുദ്ധിശക്തി നഷ്ടപ്പെടാം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ തലമുറയുടെയും ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിത നിലവാരത്തിൽ തങ്ങളെക്കാൾ മെച്ചപ്പെട്ട, ഭൗതിക നിലവാരത്തിൽ തങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരു ഭാവി തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ റിസോഴ്സുകളും ഉപയോഗിക്കണമെന്നതാണ്. ഈ ഡെവല്യൂഷൻ അല്ലെങ്കിൽ റിവേഴ്സ് എവല്യൂഷൻ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന തിയറിയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം കേവ് ഫിഷ് അല്ലെങ്കിൽ പാതാള മത്സ്യം എന്നറിയപ്പെടുന്ന മീനുകളാണ്. തികഞ്ഞ ഇരുട്ടിൽ കണ്ണുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. അതുകൊണ്ട് പരിണാമ പ്രക്രിയയിൽ പൂർണ്ണ ഇരുട്ടിൽ വളരുന്ന ഒരു വിഭാഗം പാതാള മത്സ്യങ്ങൾക്ക് കണ്ണുകളെ ഇല്ലാതായി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ. മനുഷ്യ ശരീരത്തിലെ വെറും 2% മാത്രം ഭാരമുള്ള ബ്രെയിൻ നമ്മുടെ ശരീരത്തിലെ 20% ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നതാണ്. അതായത് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് കണ്ടാൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടി എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം ഭാവി തലമുറയുടെ മസ്തിഷ്ക ശേഷി കുറയപ്പെടാം. അതിനൊരുപാട് കാരണങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഒന്ന്, നമ്മുടെ റിലയൻസ് ഓൺ ടെക്നോളജി. ഭാവിയിൽ നമുക്കൊരു വഴി ഓർത്തു വെക്കേണ്ട ആവശ്യമുണ്ടാവില്ല, കണക്കുകൂട്ടലുകൾ നടത്തേണ്ട കാര്യമില്ല, എന്തിന് ഭാഷ പോലും പഠിക്കേണ്ടതില്ല. രണ്ട്, കളക്റ്റീവ് ഇൻ്റലിജൻസ്. അതായത് societies become more complex so that individual can survive being specialist rather than generalist. അതായത് നമുക്കിനി ഒരുപാട് കോമൺ സെൻസോ പ്രായോഗിക ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു ഡോക്ടറാണെങ്കിൽ താങ്കൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ എന്താ പറയുക, ഓർത്തോ ആണെങ്കിൽ അത്, പീഡിയാട്രീഷ്യൻ ആണെങ്കിൽ അത് മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആൾ തങ്ങളുടെ ഏരിയയിലുള്ള ഭാഗം മാത്രം കോഡ് ചെയ്താൽ മതി. ഒരു മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ അത്, ഓട്ടോ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്, എയർ കണ്ടീഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ എയർ കണ്ടീഷൻ, ഓട്ടോ എയർ കണ്ടീഷൻ സിസ്റ്റംസ്, അതുപോലെ ബോഡി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് മാത്രം. അങ്ങനെ ഒരു ഡീപ്പ് സ്പെഷ്യലൈസേഷൻ അത് ഭാവി തലമുറയെ പൊതുവെ പൊതുബോധം ഉള്ളവരല്ലാതാക്കി മാറ്റും. 3, റീപ്രൊഡക്റ്റീവ് പാറ്റേൺസ്. അതായത് ഒരു സമൂഹത്തിൽ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവർ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുകയും പൊതുബോധ വികാസം അവർക്ക് നിഷേധിക്കപ്പെടുകയും ക്രമാതീതമായി തുടരുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ജീൻസ് കുഡ് തിയററ്റിക്കലി ബിക്കം ലെസ് കോമൺ ഇൻ ദ ജനറൽ പോപ്പുലേഷൻ. വിഷയം വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ ചുരുക്കി കാര്യം പറയാം. നമ്മുടെ കുട്ടികൾക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസ് നിലനിർത്താൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് അവരുടെ മുൻ തലമുറ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ഇനി ആ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിക്കാം എന്നതിനെപ്പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് രണ്ടാമത് പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ്, ഭക്ഷണവും പോഷകാംശങ്ങളും എന്ന വിഷയത്തിലേക്ക് കിടക്കാം. മനുഷ്യ ശരീരം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് ഭക്ഷണമാണ് എന്ന് പറയാൻ പറ്റുക. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും, തലച്ചോറടക്കം, ഗർഭസ്ഥാവസ്ഥയിലായിരുന്ന സമയത്ത് നമ്മുടെ അമ്മയിൽ നിന്നും ലഭിച്ച പോഷകങ്ങൾ, ജനിച്ചതിന് ശേഷം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പോഷണങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ച് വളർന്നതാണ്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ കഴിച്ച ഭക്ഷണമാണ്. ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം 1.5 കിലോഗ്രാം ഭക്ഷണം കഴിക്കും എന്നാണ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഒരു 39 വർഷം കൊണ്ട്, എന്താ പറയുക, റൗണ്ട് ചെയ്ത് ഒരു 40 വർഷം, ഒരു 40 വർഷം കൊണ്ട് ഏകദേശം 22 ടൺ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്കൂട്ടുന്നത്. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ 22 ടൺ ഭാരമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകാംശങ്ങളാക്കി മാറ്റപ്പെടുന്നില്ല. പോഷകാംശങ്ങളാക്കി മാറ്റപ്പെടുന്ന എല്ലാ ഭക്ഷണഭാഗങ്ങളും ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നുമില്ല. മാത്രമല്ല, നല്ലൊരു ഭാഗം പോഷകങ്ങൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡെയിലി ബേൺ ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കൂ, പ്രവർത്തനങ്ങൾ നടക്കൂ എന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഏതൊരു കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ കരുതേണ്ട കാര്യങ്ങളാണ്. അവർക്ക് വിവിധ കാര്യങ്ങളിൽ എക്സ്പോഷർ ലഭ്യമാക്കുക എന്ന ഒരൊറ്റ ആശയം മാത്രമാണ് കുട്ടികൾക്കായി ഇത്തരം ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മാസത്തിലൊരിക്കൽ ചിലവാക്കുന്ന ഈ 3 മണിക്കൂറുകൾ പൂർണ്ണമായും പോഷക സമൃദ്ധമായി മാറും എന്നൊന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. എല്ലാറ്റിനും ഭയങ്കര അകക്കാമ്പുണ്ടാകണം അല്ലെങ്കിൽ എസൻസ് ഉണ്ടാകണം എന്നൊക്കെ വാശി പിടിക്കുന്നത് നമ്മൾ ഈ സദ്യ കഴിക്കുന്നതിന് പകരം അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസ് ലഭിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി എന്ന് വാദിക്കുന്നത് പോലെയാണ്. കുട്ടികൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കട്ടെ. ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള, അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് അവരറിയാതെ തന്നെ ഇത്തരം പ്രോഗ്രാമുകളിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെട്ടുള്ളൂ. കുട്ടികൾക്ക് നല്ല എക്സ്പോഷർ നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റോങ് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. വിഷാംശമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് പ്രവർത്തിക്കാതാകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലെ കുട്ടികൾക്ക് ശരിയായ കാര്യങ്ങളിൽ അല്ല എക്സ്പോഷർ ലഭിക്കുന്നതെങ്കിൽ ഈ മദ്യം, ഗാംബ്ലിങ്, ഈ പൈങ്കിളി സോഷ്യൽ മീഡിയ, ഈ പഴയ കാലഘട്ടത്തിൻ്റെ തലമുറയുടെ ഒരു പറച്ചിൽ വെച്ച് പോകണമെങ്കിൽ കള്ളുകൂടി, ചീട്ടുകളി, പൈങ്കിളി സാഹിത്യം തുടങ്ങിയവയിൽ മാത്രമേ സന്തോഷം കണ്ടെത്താനാകൂ എന്നൊരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടാം. ഇതെല്ലാം ഭയങ്കര മോശമാണ് എന്ന ആക്ഷേപമല്ല. മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യം സന്തോഷം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്നാൽ ഈ മേൽപ്പറഞ്ഞവയിലല്ലാതെ മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താനാകില്ല എന്നത് അത്ര നല്ല അവസ്ഥയല്ല. നന്നായി പ്രസംഗിക്കുന്നതിൽ, നന്നായി എഴുതുന്നതിൽ, ഫോട്ടോഗ്രാഫിയിൽ, വീഡിയോഗ്രാഫിയിൽ, അക്ഷരശ്ലോക സദസ്സുകളിൽ, ഗ്രൂപ്പ് ഡിസ്കഷനുകളിൽ, പാട്ടിൽ, നൃത്തത്തിൽ, സാമൂഹിക സേവനങ്ങളിൽ, സംഘാടനങ്ങളിൽ ഒക്കെ സുന്ദര മനോഹരമായ സന്തോഷങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അവർക്ക് ശരിയായ സമയത്ത് ശരിയായ എക്സ്പോഷർ ഉണ്ടായിരിക്കണം. നീട്ടിപ്പറഞ്ഞ് വഷളാക്കുന്നില്ല, കാര്യം ചുരുക്കി പറയാം. 1, നമ്മളെക്കാൾ മികച്ച ഒരു ഭാവി തലമുറ ഉണ്ടാക്കപ്പെടും എന്നുറപ്പിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2, അതിനുവേണ്ടി കുട്ടികൾക്ക് ശരിയായ എക്സ്പോഷറുകൾ ലഭ്യമാക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങൾ ആസിഡ് കിഡ്സ് ക്ലബ്ബ് അവയുടെ മീറ്റിങ്ങുകളിലൊക്കെ ഒരുപക്ഷേ ഈ കഞ്ഞിയും ചമ്മന്തിയും മാങ്ങാച്ചാറും ഒക്കെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ അതിനെ ഒരു വിഭവസമൃദ്ധമായ സദ്യയാക്കി മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ ചിലവുകളെല്ലാം തന്നെ പലരും സ്പോൺസർ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഒരുമിച്ച് കളിച്ച്, സംസാരിച്ച്, കേക്ക് മുറിച്ച്, ബർത്ത്ഡേ ആഘോഷിച്ച് ബോധവൽക്കരിതരായി നമ്മുടെ കുട്ടികൾ ശരിയായ ദിശയിൽ വളരട്ടെ. മാതാപിതാക്കൾ എന്ന നിലയിൽ അവർ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. കൂടാതെ ഈ പ്രോഗ്രാമുകളെ കൂടുതൽ മികവുറ്റതാക്കാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പറ്റുമെന്ന് തോന്നുന്നവർ അതിനായി ദയവായി മുന്നോട്ട് വരികയും ചെയ്യുക. എല്ലാവരും അപ്പോൾ മറക്കാതെ ഇത്തരം പ്രോഗ്രാമുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.